മച്ചവരെ എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം അബുക്കെ ബ്ലോഗ്സ് അഭിലാഷ്. നമ്മൾ ഇന്ന് നിൽക്കുന്നത് കുരിയച്ചിറയിലുള്ള ഇന്റൽ സുസുക്കിലാണ് കേട്ടോ. എന്താന്നല്ലേ, ഒരു സമയത്ത് ഗംഭീരായിട്ട് വിറ്റുപോയിരുന്നത്, ഇപ്പോഴായാലും വിറ്റുപോയിരുന്ന ഒരു വാഹനം തന്നെയാണ് നമുക്ക് ഹോണ്ടയുടെ ആക്ടിവ അല്ലെ. ആ ഒരു ആക്ടിവയ്ക്ക് നൈസായിട്ട് കിട്ടില്ല പണി കൊടുത്ത ഒരു വാഹനമാണ് നമുക്ക് സുസുക്കി ആക്സസ് 125 എന്നുള്ളത്. ആ ഒരു വാഹനം 2025 വരുമ്പോഴേക്കും ഗംഭീര അപ്ഡേഷനോട് കൂടിയിട്ടാണ് നമുക്ക് ഷോറൂമിൽ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ആ ഒരു പുലിക്കുട്ടന്റെ വിശേഷങ്ങളായിരിക്കും ഇന്ന്. ആ ഒരു വിശേഷത്തിലേക്ക് പോരേട്ടാ. നമ്മുടെ 2025 വന്നിട്ടുള്ള ഈ ഒരു ആക്സസ് 125 കേട്ടോ. എങ്ങനെയുണ്ട്? പൊളിച്ചില്ലേ? പഴയ ഒരു ആക്സസിൽ നിന്ന് പുതിയ ആക്സസിലേക്ക് വരുമ്പോൾ കുറെ മാറ്റങ്ങൾ സുസുക്കി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അതുപോലെ നമുക്ക് ഈ ഒരു വാഹനം 3 വേരിയൻസ് ആണ് വരുന്നത്. സ്പെഷ്യൽ എഡീഷൻ വരുന്നുണ്ട്, ടോപ്പ് ആൻഡ് വരുന്നുണ്ട്, ബേസ് മോഡൽ വരുന്നുണ്ട്. ഇത് ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ മുന്നിലിരിക്കുന്നത് ഒരു സ്പെഷ്യൽ എഡീഷൻ വരുമ്പോൾ നമുക്ക് ഡിസ്ക് ബ്രേക്ക് ഒക്കെ ഉണ്ടാവും. എന്തായാലും വാഹനത്തിന്റെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പറയാം. വാഹനത്തിന്റെ ഫ്രണ്ടിൽ തന്നെ തുടങ്ങാം കേട്ടോ. കിട്ടില്ല ക്രോം ഫിനിഷിലാണ് ഇവന്റെ ഹെഡ്ലൈറ്റ് വന്നിട്ടുള്ളത് കേട്ടോ. അതും LED ആണ് വന്നിട്ടുള്ളത്. എങ്ങനെയുണ്ടാവും ഒരു ഹെഡ്ലൈറ്റ് കാണാനൊക്കെ? അടിപൊളിയായിട്ടില്ലേ? അതിന് കൂടെ പിടിക്കുന്ന രീതിയിൽ തന്നെ നമുക്ക് നല്ല മിറേഴ്സും കൊടുത്തിട്ടുണ്ട് കേട്ടോ. തൊട്ട് താഴെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സുസുക്കിയുടെ ആ ഒരു ലോഗോ കാണാം. ഈ ഒരു സൈഡിലായിട്ടാണ് നമുക്ക് DRL വന്നിട്ടുള്ളത് കേട്ടോ. സൈഡിലേക്ക് നമുക്ക് ഇൻഡിക്കേറ്റേഴ്സും കൊടുത്തിട്ടുണ്ട്. ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ ലൈറ്റ് നോക്കുകയാണെങ്കിൽ സാധാ ലൈറ്റ്സ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഓപ്ഷനിൽ മാത്രമാണ് നമുക്ക് LED-യിലുള്ള ഇൻഡിക്കേറ്റേഴ്സ് വരാം. നമുക്ക് ബേസ് മോഡലും ഈ കാണുന്ന സ്പെഷ്യൽ എഡീഷനിലും നമുക്ക് സാധാ ഇൻഡിക്കേറ്റേഴ്സ് ആണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ. ഒരു ഹെഡ്ലൈറ്റ്, ദെൻ മിറർ, ഇതിൽ വരുന്ന ആ ഒരു ക്രോം ഫിനിഷ്, തൊട്ട് താഴെ ഈ ഒരു സുസുക്കിയുടെ ലോഗോ DRL പൊളിച്ചിട്ടുണ്ട് കേട്ടോ. ഫ്രണ്ട് ഷേപ്പ് തന്നെ നിങ്ങളൊന്ന് നോക്കിയാൽ ലുക്ക് തന്നെ വണ്ടിയുടെ മാറിയിട്ടുണ്ട് കേട്ടോ. നല്ല രീതിയിൽ തന്നെയുള്ള ഒരു മൺഗാർഡാണ് വന്നിട്ടുള്ളത് കേട്ടോ വാഹനത്തിന്. നമുക്ക് ടെലിസ്കോപ്പിക് സസ്പെൻഷൻ തന്നെയാണ് വരുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് ഡിസ്ക് ബ്രേക്കും വാഹനത്തിന് നൽകിയിട്ടുണ്ട് കേട്ടോ. ഡയമണ്ട് കട്ട് അലോയ്സും കൊടുത്തിട്ടുണ്ട് കേട്ടോ. സൈഡ് പ്രൊഫൈൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റം തോന്നുന്നുണ്ടോ? ഈ ഒരു പഴയ ആക്സസിൽ നിന്ന് പുതിയ ആക്സസിലേക്ക് ആ ബാക്ക് സൈഡ് വരുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി നോക്കിയേ. പഴയ ആക്സസ് ഞാൻ ഇപ്പോൾ കാട്ടിത്തരാം കേട്ടോ. അതാണ് നമ്മുടെ പഴയ ഒരു ആക്സസ് കേട്ടോ. ആ ഒരു പഴയ ആക്സസിന്റെ ബാക്ക് വ്യൂ ഒക്കെ നിങ്ങൾ നോക്കി നോക്കിയേ. ഈ ഒരു ഭാഗം ആണ് നമ്മുടെ പുതിയ വണ്ടിയിലേക്കുള്ളതല്ല. നല്ല രീതിയിൽ തന്നെ അവിടെ ഈ ഒരു ഭാഗം തൊട്ട് അവർ കട്ട് ചെയ്ത് കൊണ്ടുവന്ന് നല്ല ഷേപ്പിംഗ് മൈലേജ് കൂടാൻ ഏറ്റവും വലിയൊരു കാര്യം തന്നെയാണ് നമുക്ക് ഈ കാറ്റ് പിടിക്കുന്ന ഒരു സംഭവം വരെ അല്ലേ. അതുകൊണ്ട് തന്നെ പല വാഹനങ്ങളും ഷേപ്പ് മാറ്റം കാര്യങ്ങളൊക്കെ വരുത്തണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കാറ്റിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മളിപ്പോൾ പാടം സൈഡൊക്കെ പോവുകയാണെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നമ്മൾ ഈ വണ്ടി ഓടിച്ച് പോകുമ്പോൾ കാറ്റടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ഉലയണ കാണാം അല്ലേ. അപ്പോൾ അതൊക്കെ അതിനോട് അനുബന്ധിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഈ ഒരു ഷേപ്പൊക്കെ പുതിയ വണ്ടിയിൽ നല്ല രീതിയിൽ തന്നെ അവർ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ആക്സസ് എന്നുള്ളത് ഒരു ക്രോം ഫിനിഷ് ലോഗോട് കൂടിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. തൊട്ട് സൈഡിലായിട്ട് നമുക്ക് SEP വന്നിട്ടുണ്ട് കേട്ടോ. സുസുക്കി എക്കോ പെർഫോമൻസ്. നമുക്ക് ഈ ഒരു ഫുഡ് റെസ്റ്റിലൊക്കെ മാറ്റം വരുത്തിയിട്ടുണ്ട്. അതും നല്ല ക്രോം ഫിനിഷോട് കൂടിയിട്ട് ഈ ഒരു സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ നമുക്ക് എക്സോസ്റ്റിലും നമുക്ക് ആ ഒരു കവറിങ് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ വളരെ മനോഹരമായിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഡയമണ്ട് കട്ട് അലോയ്സ് ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അതിന്റെ റിയർ സൈഡിലേക്ക് വരാണെങ്കിൽ ഈ ഒരു സംഭവം നിങ്ങൾ എവിടെയെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ ഒരു ബൾബ് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ജസ്റ്റ് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. നമ്മുടെ സുസുക്കി ഹയാബൂസ ആ ഒരു വാഹനത്തിന്റെ ടെയിലൈറ്റ് ബൾബാണ് ഇതില് കൊണ്ടുവന്നിട്ടുള്ളത്. മറ്റേ അതുപോലെ ഫ്യൂൽ ക്യാപ്പിന്റെ ആ ഒരു ഭാഗം വരുമ്പോൾ നമുക്ക് ബാക്ക് സൈഡിൽ തന്നെയായിട്ടുള്ള കറക്റ്റ് കണ്ടോ കാറിന്റെ ആ ഒരു
ബേസിൽ അന്ന് നമുക്ക് ഓപ്പൺ ചെയ്യാം കേട്ടോ. നമുക്ക് വരുമ്പോഴുള്ള ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡ്രൈവർ സീറ്റിൽ നിന്ന് ബാക്കിലിരിക്കുന്ന ആൾക്കാർക്കോ എഴുന്നേറ്റ് നിൽക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നമുക്ക് സീറ്റ് ഓപ്പൺ ആക്കിയിട്ട് വേണം അടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ബാക്കിലിരിക്കുന്ന ആളും ഞാനും എനിട്ടിട്ട് വേണം അങ്ങനെ ചെയ്യാണ്ട്. അപ്പോൾ ഒരു വിധം എല്ലാ വാഹനങ്ങളിലും ഈ ഒരു സിസ്റ്റം വന്നു തുടങ്ങി. എന്തായാലും നല്ല കാര്യങ്ങളാണ് കേട്ടോ. അങ്ങനത്തെ ഓരോ സിസ്റ്റംസ് പുതിയത് കൊണ്ടുവരട്ടെ. വീൽ ബേസിലൊന്നും വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടില്ല. പഴയ ആക്സസിലുള്ള അതേ വീൽ ബേസ് തന്നെയാണ് ഈ ഒരു വാഹനത്തിലും വന്നിട്ടുള്ളത് കേട്ടോ. അതുപോലെ നമുക്ക് ഈ ഒരു സൈഡിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ലേഡീസ് ഫുഡ് റെസ്റ്റ് ഒക്കെ കാണാം കേട്ടോ. അതും ഈ പറഞ്ഞ രീതിയിൽ തന്നെ നമുക്ക് ജസ്റ്റ് ഒരു ക്രോം ഫിനിഷിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. നമുക്ക് ഇതിന്റെ ഫ്യൂൽ കപ്പാസിറ്റി വരുന്നത് 5.3 ലിറ്റർ ആണ് കേട്ടോ. മൈലേജ് കമ്പനി അവകാശപ്പെടുന്നത് 64 കേട്ടോ. നമുക്കറിയാം കമ്പനി പറയുമ്പോൾ ഓരോ ഷോറൂമുകളും മൈലേജ് കാര്യങ്ങൾ പറയുമ്പോൾ നമുക്കത് കിട്ടണമെന്നില്ല. പക്ഷെ കിട്ടുന്ന വാഹനങ്ങളും ഉണ്ട്. അതെങ്ങനെ? പല വീഡിയോസിലും ഞാൻ പറയുന്ന കാര്യമാണ്. നമ്മൾ കറക്റ്റ് വാഹനം സർവീസ് അപ്ഡേഷൻ ആവുക, വാഹനം കറക്റ്റ് നമുക്ക് കഴിയാവുന്ന സിംഗിളായിട്ട് തന്നെ കൊണ്ട് നടക്കുക, കറക്റ്റ് അപ്ഡേഷൻ ആവുക ആണെങ്കിൽ മാത്രം നമുക്ക് ഈ പറയുന്ന മൈലേജ് കിട്ടാട്ടോ. എന്തായാലും കമ്പനി 64 അവകാശപ്പെടുന്നത്. നമുക്ക് എങ്ങനെ കുത്തിച്ചവിട്ടി ഓടിച്ചാലും ഒരു 58-57 ഒക്കെ മൈലേജ് എന്തായാലും കിട്ടും കേട്ടോ. പക്ഷേ നമുക്ക് വാഹനത്തിന്റെ ഓവറോൾ ലെങ്ത് വരുന്നത് 1835 ആണ് കേട്ടോ. അതുപോലെ വാഹനത്തിന്റെ വെയിറ്റ് വരുന്നത് 105 കിലോ ആണ്. ഇനി ഇവന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് നോക്കുകയാണെങ്കിൽ 160 mm ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് കേട്ടോ വരുന്നത്. പക്ഷേ പിന്നെ ഇവന്റെ സീറ്റ് ലെങ്ത് കുറച്ച് കൂട്ടിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഒരുവിധം എല്ലാ വാഹനങ്ങളിലെ സീറ്റ് ലെങ്ത് കൂട്ടുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ശരിക്കും ഇതിൽ പറയുകയാണെങ്കിൽ 3 പേർക്ക് സുഖമായിട്ട് യാത്ര ചെയ്യാം. പക്ഷെ 3 പേര് യാത്ര ചെയ്താൽ ശിക്ഷാർഹമാണ്. അതുകൊണ്ട് നമ്മളത് വല്ലാണ്ട് പറയില്ല കേട്ടോ. എന്നാൽ പോലും സീറ്റ് ലെങ്ത് കൂട്ടിയ കൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ജസ്റ്റ് കാട്ടിത്തരാം. ഓക്കെ, നമുക്ക് ഇതിൽ തന്നെ ചാവി ജസ്റ്റ് ഇങ്ങോട്ട് തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് സീറ്റ് ഓപ്പൺ ആവും കേട്ടോ. അപ്പോൾ ഈ സീറ്റ് ലെങ്ത് കൂട്ടണോണ്ടുള്ള ഗുണം നല്ല ബൂട്ട് സ്പേസ് കിട്ടും കേട്ടോ. കണ്ടോ, നമുക്കിപ്പോൾ ഒരു ഹെൽമെറ്റ് ആയാലും ജസ്റ്റ് അത്യാവശ്യത്തിന് പേപ്പേഴ്സ് കാര്യങ്ങൾ, ലൈസൻസ് ആയിക്കോട്ടെ, മറ്റുള്ള ഫോണോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വെക്കാൻ പറ്റും കേട്ടോ. പക്ഷേ ഇനി ഇവൻ്റെ ഫ്രണ്ട് സൈഡിൽ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം കണ്ടോ ഇരുന്ന് കഴിഞ്ഞ് നമുക്ക് കാല് കറക്റ്റ് സുഖമായിട്ട് വെക്കാനുള്ള ഒരു സ്പേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതോടൊപ്പം തന്നെ 2 ഗ്ലോ ബോക്സ് ഇവിടെ വന്നിട്ടുണ്ട്. അത്യാവശ്യത്തിന് ഇപ്പോൾ നമുക്ക് ഫോണുകളോ ഇപ്പോൾ വാട്ടർ വെള്ളമൊക്കെ വെക്കുകയാണെങ്കിൽ ചെറിയ കുപ്പിയൊക്കെ വെക്കണമെങ്കിൽ വെക്കാം. ഈ ഒരു സൈഡിലും ഈ ഒരു സൈഡിലുമായിട്ട് നമുക്ക് 2 ഗ്ലോ ബോക്സുകൾ വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെയാണ് നമുക്ക് USB ചാർജർ വരുന്നത് കേട്ടോ. ഒരു ഹാങ് ഒക്കെ വന്നിട്ടുണ്ട്. ഇതിൽ നമുക്ക് ലഗേജുകൾ തൂക്കിയിടാം. അതുപോലെ തന്നെ കേട്ടോ ഈ ഒരു സൈഡിലും നമുക്കത് വന്നിട്ടുണ്ട്. ലഗേജുകൾ നമുക്ക് അത്യാവശ്യത്തിന് കവർ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ തൂക്കിയിടാൻ പറ്റും കേട്ടോ. മച്ചന്മാരെ ഇവന്റെ മീറ്റർ ക്ലസ്റ്ററിലേക്ക് വന്ന ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതൊരു സ്പെഷ്യൽ എഡീഷൻ വാഹനം ആയതുകൊണ്ട് തന്നെ നമുക്ക് അനലോഗ് വിത്ത് ഡിജിറ്റൽ ക്ലസ്റ്റർ ആണ് കേട്ടോ ഇതിൽ വന്നിട്ടുള്ളത്. നമുക്ക് ഈ ഒരു രാവിലെ തന്നെ നമുക്ക് വണ്ടി ഓൺ ആക്കുമ്പോൾ ആ ഒരു കിട്ടുന്ന ആ ഒരു വൈബ് ഉണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക. നൈറ്റൊക്കെയാണ് ഇതിൻ്റെ ആ ഒരു കൂടുതൽ തീം നമുക്ക് മനസ്സിലാക്കാൻ പറ്റാട്ടോ. കാരണം നല്ല രീതിയിൽ തന്നെ ഒരു 2 കളേഴ്സിൽ തന്നെ LED ലൈറ്റ്സ് ആണ് ഉള്ളിൽ വന്നിട്ടുള്ളത്. നോർമലി ഒരു ക്ലസ്റ്റർ ആയിട്ട് തന്നെ നമുക്കിത് വിശേഷിപ്പിക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഇതിൻ്റെ ഫുൾ ഓപ്ഷൻ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് ഫുള്ളി ഡിജിറ്റൽ മീറ്റർ ആണ് വരുന്നത്. ടോപ്പ് ഹാൻഡിലൊക്കെ നമുക്ക് വരുമ്പോൾ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി അതുപോലെ ഒരുപാട് ഫീച്ചേഴ്സ് അവർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് നമുക്ക് എന്താ പറയുക പെട്രോളിൻ്റെ ഫ്യൂവലിൻ്റെ കാര്യങ്ങൾ കാണാൻ പറ്റും. നമുക്ക് കിലോമീറ്റേഴ്സ്, നമുക്ക് ട്രിപ്പ്, B1 ഇതെല്ലാം ഇതിൽ തന്നെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും കേട്ടോ. ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡിം ആൻഡ് ബ്രൈറ്റ് സ്വിച്ചസ് കാണാം, ഇൻഡിക്കേറ്റേഴ്സിൻ്റെ സ്വിച്ചസ് കാണാം, ഹോൺ. ദെൻ ഈ ഒരു ഭാഗത്താണ് നമുക്ക് എൻജിൻ കിൽ സ്റ്റാർട്ട് ആൻഡ് സ്വിച്ചസ് വരുന്നത് കേട്ടോ. ഈ ഒരു ഭാഗത്ത് നമുക്ക് ഹസേർഡ് ലൈറ്റിൻ്റെ ആ ഒരു പോർഷൻ കാണാൻ പറ്റും. ഇതിന്റെ കളേഴ്സ് നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ കാണുന്നത് സ്പെഷ്യൽ എഡീഷൻ ആണ്. ആ ഒരു സ്പെഷ്യൽ എഡീഷനിൽ നമുക്ക് 4 കളേഴ്സ് ആണ് വരുന്നത് കേട്ടോ. പിന്നെ വരുന്നത് ടോപ്പ് ആൻഡ് ഏത് ബ്ലൂടൂത്ത് ഒക്കെയുള്ള മോഡൽ, ആ മോഡലിൽ നമുക്ക് 5 കളേഴ്സ് ആണ് കേട്ടോ മച്ചന്മാരെ വരുന്നത്. ബേസ് മോഡൽ വരുമ്പോഴോ നമുക്ക് 3 കളേഴ്സ്. സ്പെഷ്യൽ എഡീഷനിൽ വരുമ്പോൾ ഡിസ്ക് ബ്രേക്ക് ഒക്കെ ഉണ്ടാവും കേട്ടോ. ബേസിലാണെങ്കിൽ നമുക്ക് ഡിസ്ക് ബ്രേക്ക് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ. സ്പെഷ്യൽ എഡീഷൻ ആയതുകൊണ്ട് തന്നെ കണ്ടോ മീറ്റർ ക്ലസ്റ്ററിൽ നമുക്ക് ചെറിയൊരു ഡിജിറ്റലൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് ബേസ് മോഡൽ വരുമ്പോൾ ഇതൊന്നും ഉണ്ടാവില്ല കേട്ടോ. നോർമലി ഈ ഒരു ക്ലസ്റ്റർ മാത്രമേ ഉണ്ടാവുള്ളൂ, ഡിജിറ്റൽ ബേസ് ഒന്നും ഉണ്ടാവില്ല. അതുപോലെ ബ്ലൂടൂത്ത് കാര്യങ്ങൾ ഒന്നും ഉണ്ടാവില്ല. ഈ കാണുന്ന നമുക്ക് സ്പെഷ്യൽ എഡീഷനിലും ബ്ലൂടൂത്ത് ഉണ്ടാവില്ല കേട്ടോ. അതിന് പകരമാണ് നമുക്ക് ഡിസ്ക് ബ്രേക്ക് ഒക്കെ വന്നിട്ടുള്ളത് കേട്ടോ. ഇനി മറ്റേ പ്രൈസിലേക്ക് പോവുകയാണെങ്കിൽ ബേസ് മോഡൽ 86,205 രൂപ തൊട്ട് ടോപ്പ് ആൻഡ് വരുമ്പോൾ 97,804 രൂപയാണ് എൻ്റെ എക്സ് ഷോറൂം പ്രൈസ് വരുന്നത് കേട്ടോ. പക്ഷേ സുസുക്കി ആക്സസ് 125ന്റെ വിശേഷങ്ങൾ ഇത്രയാണ് വരുന്നത്.
അപ്പൊ നിങ്ങൾക്ക് വാഹനമൊക്കെ എടുക്കാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ നമ്മുടെ ഈ ഒരു വീഡിയോയില് കുരിയച്ചിറയിലുള്ള ഇന്ത്യൻ സുസ്കിയുടെ നമ്പർ നമ്മൾ വെക്കുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഡയറക്റ്റ് വിളിക്കാം. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക, പിന്നെ ബെൽ ബട്ടൺ അങ്ങോട്ട് അമർത്തി അങ്ങോട്ട് ചോട്ടി പിടിച്ചോളൂ. ഞാൻ നിങ്ങളുടെ സ്വന്തം അബുക്കെ ബ്ലോഗ്സ് അഭിലാഷ്. നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.